ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. ബയോളജിയുടെ സെക്കൻഡ് വീഡിയോ ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽസ് അല്ലെങ്കിൽ കോശങ്ങളെക്കുറിച്ചാണ്. സെൽ എന്ന വേർഡ് രൂപപ്പെട്ടു വരുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണ്. ലാറ്റിൻ ഭാഷയിൽ ലിറ്റിൽ റൂം, ചെറിയ മുറി എന്ന അർത്ഥം വരുന്ന സെല്ലൂസ് എന്ന പദത്തിൽ നിന്നുമാണ് റോബർട്ട് ഹൂക്ക് തൻ്റെ മൈക്രോഗ്രാഫി എന്ന പുസ്തകത്തിൽ അദ്ദേഹം കോർക്കിൽ ഡിസ്കവർ ചെയ്ത സെല്ലുകളെ മെൻഷൻ ചെയ്യുന്നത്. അവിടെ നിന്നുമാണ് സെല്ലെന്ന് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പദം രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ബേസിക്കലി എന്താണ് ഒരു സെൽ എന്നാൽ, നമ്മൾ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്ന സമയം ചെറിയ ചെറിയ ബ്രിക്കുകൾ അടുക്കിയായിരിക്കും അത് പൂർത്തീകരിക്കുക. അതുപോലെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് നമ്മുടെ സെല്ലുകൾ എന്ന് നമുക്ക് പറയാം. നമുക്കിതിനെ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയാം. അതുപോലെ തന്നെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ ലൈഫ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാംസിനൊക്കെ ചോദിക്കുകയാണ്, എന്താണ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ ലൈഫ് എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം സെല്ലാണെന്ന് ഓർത്തിരിക്കുക. ഇതിനെ നമുക്കൊരു ഡെഫിനേഷനായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: ബേസിക് സ്ട്രക്ചറൽ, ഫങ്ഷണൽ, ബയോളജിക്കൽ യൂണിറ്റ് ഓഫ് ഓൾ നോൺ ലിവിങ് ഓർഗാനിസം. എല്ലാ അറിയപ്പെടുന്ന ജീവികളുടെയും അവയുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറലും ഫങ്ഷണലും ബയോളജിക്കൽ യൂണിറ്റുമായിട്ടുള്ള ഭാഗത്ത് നമുക്ക് എന്തെന്ന് പറയാം? അതിൻ്റെ സെല്ലെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ സെല്ലുകളെക്കുറിച്ച് പഠിക്കുന്ന ബയോളജിയുടെ ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്നത് സൈറ്റോളജി എന്നാണ്. അപ്പോൾ സെല്ലുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സെല്ലുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജി എന്നാണ്. അടുത്ത പോയിന്റ്, ആരാണ് ആദ്യമായി സെല്ലെന്ന് പറയുന്ന പദം രൂപപ്പെടുത്തിയത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. റോബർട്ട് ഹൂക്കാണ്. ഇദ്ദേഹം ഒരു കോർക്കിൻ്റെ സ്ലൈസിനെ ഒരു പ്രിമിറ്റീവ് മൈക്രോസ്കോപ്പിൽ കൂടി നിരീക്ഷിക്കുന്ന സമയം ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റുകൾ ചേർന്നുകൊണ്ട് ഒരു ഹണികോം സ്ട്രക്ചർ രൂപപ്പെടുന്നതായിട്ട് ഇദ്ദേഹം വീക്ഷിച്ചു. അങ്ങനെയുള്ള കമ്പാർട്ട്മെൻറ്റുകളെയായിരുന്നു റോബർട്ട് ഹൂക്ക് സെല്ലെന്ന് വിളിച്ചത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം കണ്ടത് ഡെഡ് സെൽസിൻ്റെ സെൽ വാളുകളെയായിരുന്നു. എന്നാൽ ആദ്യമായി ജീവനുള്ള സെല്ലുകളെ ഒബ്സേർവ് ചെയ്തത് 1764 ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഇക്വിപ്മെൻറ്റ്സിൻ്റെ സഹായത്തോടു കൂടി പോൺ വാട്ടറിൽ നിന്നും ആൻ്റോണിയോ ലൂവൻഹൂക്ക് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ റോബർട്ട് ഹൂക്ക് യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത് ഡെഡ് സെല്ലുകളെയാണ്. അത് ഡെഡ് സെല്ലുകളുടെ സെൽവാളുകളെയാണ് യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത് ഇദ്ദേഹം. അപ്പോൾ എങ്കിലും ഓർത്തിരിക്കാം, ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്ക് ആണെന്ന് ഓർത്ത് വെക്കുക. എന്നാൽ ആദ്യമായിട്ട് ലിവിങ് സെല്ല് കണ്ടുപിടിക്കപ്പെട്ടത് ആൻ്റോണിയോ ലൂവൻഹൂക്ക് ആണെന്നുള്ളതും പഠിച്ചു വെക്കുക. ഇത് രണ്ടായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം വരും, ആദ്യമായിട്ട് ജീവനുള്ള അല്ലെങ്കിൽ ലിവിങ് സെൽസിനെ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ റോബർട്ട് ഹൂക്കിനെ കൊണ്ടുപോയി നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോവും. അങ്ങനെ സെല്ല് ഡിസ്കവർ ചെയ്തതിന് ശേഷം 1831 കോശത്തിൻ്റെ ന്യൂക്ലിയസും കണ്ടുപിടിച്ചു. കോശത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ആരാണ് കോശത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്? റോബർട്ട് ബ്രൗൺ ആണ് കോശത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ഇതിന് ശേഷം 1839 കോശത്തിനകത്തുള്ള ദ്രാവക രൂപത്തിലുള്ള സബ്സ്റ്റൻസിനെ പ്രോട്ടോപ്ലാസം എന്ന് വിളിച്ചത് പുർക്കിഞ്ചാണ്. അപ്പോൾ ആരാണ് ആദ്യമായിട്ട് പ്രോട്ടോപ്ലാസം എന്ന ടേം കോയിൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മുടെ കോശത്തിനകത്തുള്ള ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള സബ്സ്റ്റൻസിനെ പ്രോട്ടോപ്ലാസം എന്ന് വിളിച്ചത് ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അത് പുർക്കിഞ്ചയാണ്. അടുത്ത പോയിന്റ്, നമ്മുടെ സെല്ലിൻ്റെ ഷേപ്പാണ്, അല്ലെങ്കിൽ നമ്മുടെ കോശത്തിൻ്റെ ആകൃതിയാണ്. നമ്മുടെ ഒട്ടുമിക്ക ആനിമലും അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലുകളെല്ലാം കാണപ്പെടുക ഒരു ഫിക്സഡ് ഷേപ്പിലായിരിക്കും. ചിലപ്പോൾ അത് എലിപ്റ്റിക്കലായിരിക്കും, അല്ലെങ്കിൽ അത് സ്പെറിക്കലായിരിക്കും, അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ത്രെഡ് ഷേപ്പിലൊക്കെ ആയിരിക്കും കാണപ്പെടുക. എന്നാൽ ചില കോശങ്ങൾ ഇതുപോലെ ഒരു ഫിക്സഡ് ഷേപ്പ് കാണുകയില്ല. അതിന് ഉദാഹരണമാണ് WBC, അമീബയൊക്കെ. അപ്പോൾ ചില സെല്ലുകൾക്ക് ഷേപ്പുണ്ട്, ചില സെല്ലുകൾക്ക് ഷേപ്പില്ല. ഷേപ്പില്ലാത്ത സെല്ലിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് WBC. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ടൊരു പോയിന്റ്, ഏറ്റവും ചെറിയ സെല്ല് ഏതാണ്? ഏറ്റവും ചെറിയ സെല്ല് മൈക്കോപ്ലാസ്മയാണ്. ഈ ഒരു കാര്യം പലരും തെറ്റിയും. അതായത് പെട്ടെന്ന് എല്ലാവരും കയറി സ്പേം സെൽ എഴുതി വെക്കും. ആ ഒരു ചോദ്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഏറ്റവും ചെറിയ സെല്ല് മൈക്കോപ്ലാസ്മയാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ സെല്ല് സ്പേം സെൽസ് ആണ്. അപ്പോൾ അതിനൊന്ന് തലതിരിഞ്ഞ് തന്നെ പഠിക്കുക കേട്ടോ. ലോകത്തിൽ മൊത്തത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് ഏറ്റവും ചെറിയ സെല്ല് മൈക്കോപ്ലാസ്മയാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ സെല്ലെന്ന് പറയുന്നത് സ്പേം സെല്ലാണ്. അതുപോലെ ഏറ്റവും വലിയ സെല്ലെന്ന് പറയുന്നത് ഓസ്ട്രിക് എഗ് ആണ്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ എല്ലെന്ന് പറയുന്നത് ഓവമാണ് അല്ലെങ്കിൽ എക്സെൽസ് ആണ്.
അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് അല്ലെ ഏറ്റവും നീളം കൂടിയ സെല്ലെന്ന് പറയുന്നത് നെർവ് സെൽസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ ജീവജാലങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെല്ലുകൊണ്ടാണ്. അങ്ങനെ ഓരോ ജീവജാലങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സെല്ലുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ജീവജാലങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കുവാനായിട്ട് സാധിക്കും. യൂണിസെല്ലുലാർ ഓർഗാനിസം എന്നും മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്നും. ഒരു ഒറ്റ സെല്ല് കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ട ജീവികളെയാണ് നമ്മൾ സിംഗിൾ സെൽ ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അമീബ. എന്നാൽ ഒന്നിലധികം സെല്ലുകൾ കൊണ്ട് നിർമ്മിതമായവയാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് വിളിക്കുക. അതിൽ ഓരോ വ്യത്യസ്ത ഇനം സെല്ലുകൾക്കും അതിൻ്റെ വ്യത്യസ്ത ഇനം പ്രവർത്തനങ്ങൾ വീതിച്ച് നൽകിയിട്ടുണ്ടായിരിക്കും. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ആനിമൽ സെല്ലൊക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ഇതുകൊണ്ട് സെല്ല് തീർന്നില്ല. സെല്ലിൻ്റെ ഇനിയും അനേകം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക്കിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.